വെറും 2650 ഐഫോൺ 16 ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഓഫറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ. ഹലോ ചങ്ങായിമാർ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എവർ സിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർത്ത്. അപ്പൊ അടിപൊളി ഓഫറായിട്ട് നമ്മൾ ജനുവരി 1 അടിപൊളി വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്താണ് അടുത്ത വീഡിയോ വരാത്തതുകൊണ്ട് കമന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ വില കൊണ്ടുവരണം. നല്ല റേറ്റ്, ഒരേ റേറ്റ് തന്നെ ആയിരുന്നു. വില ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത്. ആ ഓഫർ കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതിന്റെ കൂടെ ആദ്യം തന്നെ പറയാം എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളെ കയ്യിൽ ഏത് തന്നെ ബ്രാൻഡ് മൊബൈൽ ഉണ്ട്, കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതാണ് ഒരുപാട് സ്റ്റോക്ക് വന്നത്. ഇതൊക്കെ ബ്രാൻഡഡ് മൊബൈൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ മൊബൈൽ വാങ്ങുന്നതാണ്. അപ്പൊ ഇതൊക്കെ കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടിയ സാധനമാണ്. നല്ല കണ്ടീഷനാണ്. ഇതൊക്കെ എനിക്ക് റീസെയിൽ ചെയ്യേണ്ടതാണ്. എന്റെ വിശ്വസിയുടെ കസ്റ്റമർ കൊടുക്കേണ്ടതാണ്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട കൂടെ നിങ്ങളും ഇതേപോലെ കൊണ്ടുവരുമ്പോൾ നല്ല മൊബൈൽ ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ്, നിങ്ങൾക്ക് യുഎയിൽ എവിടെയും കിട്ടാത്ത റേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ട് ബാക്കി ക്യാഷ് കൊടുത്ത് ഈ കാണുന്ന മൊബൈൽ ഉണ്ടല്ലോ, ഈ മൊബൈൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് അടിപൊളി റേറ്റ് ഞാൻ തരുന്നതായിരിക്കും. ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഓഫറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ ഡബിൾ ആണ്. ഒന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ, അതിന്റെ കൂടുതൽ രണ്ടാമത് ബ്രാൻഡിന്റെ അടിപൊളി ഓഫർ. ഇത് രണ്ട് ഓഫർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഷോപ്പിന്റെ പേരും കാര്യം ഒന്നും മറന്നുകൊണ്ട, എവർ സിറ്റി മൊബൈൽ ട്രേഡിംഗ് ആണ് നിങ്ങളുടെ ഷോപ്പിന്റെ പേര്. അതിന്റെ കൂടെ തന്നെ മെയിൻ ആയിട്ട് ആദ്യം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതാണെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ഞങ്ങൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും കമന്റും കാര്യമൊക്കെ ചെയ്ത് ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നല്ല നല്ല ഓഫറായിട്ട് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നേരെ നമുക്ക് കൂടുതൽ പറഞ്ഞ് ലാഗ് ചെയ്തില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഐഫോൺ തന്നെ തുടങ്ങാം, എന്നിട്ട് നമുക്ക് സാംസങ്ങിലേക്ക് പോവാം. അപ്പൊ ഐഫോൺ നിങ്ങൾക്ക് തരുന്നത് 5G ആണ്. 5G മൊബൈലാണ്. 5G മൊബൈൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഐഫോൺ 12 ആ ഒരു 12 മൊബൈൽ നിങ്ങൾക്ക് 128GB TDR സ്റ്റോക്ക് തന്നെയാണ്. TDR യുഐന്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് തന്നെയാണ്. വെറും 1499 കിട്ടും 128GB. അതല്ല നിങ്ങൾക്ക് ഐഫോൺ 13 ആണ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ 13 നമുക്ക് നല്ല റേറ്റ് തരാം. 1699 ബ്രാൻഡ് ന്യൂ ആണെന്ന് പറയുന്നത്. 1 ഇയർ നിങ്ങൾക്ക് ഇന്റർനാഷണൽ വാറന്റി സാധനമാണ്. യൂസിന്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ പുതിയത് എടുക്കണോ യൂസർ എടുക്കണം, നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ. നല്ല റേറ്റിനാണ് കൊടുക്കുന്നത്. പിന്നെ ഐഫോൺ 13 അല്ല, നിങ്ങൾക്ക് ഐഫോൺ 14 വേണ്ടിക്കണമെങ്കിൽ നല്ല റേറ്റ് ആണ്. ഐഫോൺ 14 തരുന്നത് നിങ്ങൾക്ക് വെറും 1899. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ഒരുപാട് നല്ലൊരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഐഫോൺ 15 മേടിക്കണം, അത് നല്ല റേറ്റ് ആണ്. 15 കൊടുക്കുന്നത് വെറും 2199. ഓക്കെ, അപ്പൊ ഐഫോൺ 15 വരെയായി. ഇനി ഇതിന്റെ ഒക്കെ ചെറിയ മോഡൽ, അതായത് 13 Pro 14 Pro ഒക്കെ സാധനം ഇപ്പൊ വരുന്നില്ല. 14 Pro Maxന്റെ ഒരേ ഒരു പീസ് ഉണ്ട്, വേണ്ടാതെ വന്നാൽ തരും. അത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. 15 Pro Maxന്റെ ഏകദേശം 50-100 ദിർഹംസിന് വ്യത്യാസമുള്ളൂ. അതിന്റെ വേണമെന്ന് നിർബന്ധമില്ലാത്ത മാത്രം വന്ന് വാങ്ങിയേ. കാരണം 40 Pro Max എടുക്കുന്നത് നല്ലത് നിങ്ങൾ 50 Pro Max അല്ലെങ്കിൽ 60 Pro Max എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ റേറ്റ് പറയുന്നത്. ഓക്കെ, 15 Proന്റെ 128GB റേറ്റ് പറയാം. 128GB 15 Pro നിങ്ങൾക്ക് തരുന്നത് വെറും 3350 ദിർഹംസാണ്. 128GB പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയ സാധനമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വളരെ കുറവാണ്. അതിന്റെ പേര് തന്നെ 256GB 512GB 1TB ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഓൺലി 128 ഉള്ളൂ. അതും കുറഞ്ഞ പീസേ ഉള്ളൂ. 15 Pro Maxലേക്ക് പോകണം, കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 15 Pro Max നിങ്ങൾക്ക് നല്ല റേറ്റ് ആണ്. 100% TDR സ്റ്റോക്കാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, TDR ആണ് ചോദിക്കുന്നത്. TDR ആയാലും ജപ്പാൻ ആയാലും നിങ്ങൾക്ക് ഏത് ഹോങ്കോങ് ആണെങ്കിലും എല്ലാം നിങ്ങൾ 1 ഇയർ ഇന്റർനാഷണൽ വാറന്റിയാണ്. ആപ്പിളിനാണ് വാറന്റി കിട്ടുന്നത്. വാങ്ങുന്ന കുഴപ്പമില്ല. പക്ഷെ ചില ഓരോരുത്തർക്ക് TDR തന്നെ വേണം, ചിലക്ക് ജപ്പാൻ തന്നെ വേണം, ചിലക്ക് അതല്ല 2 സിം ഇടുന്ന ഹോങ്കോങ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടത് വാങ്ങാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഐഫോൺ 15 Pro Max 256GB നമ്മൾ കൊടുക്കുന്നത് 3850. നല്ല റേറ്റ് ആണ്. 3850. അതിൽ നിങ്ങൾക്ക് 512GB നിങ്ങൾക്ക് വേണമെന്ന് മെമ്മറി കുറച്ച് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 4400 ദിർഹംസിന് 15 Pro Max നല്ല റേറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 16ലേക്ക് പോവാം. ഐഫോൺ 16 128GB നിങ്ങൾക്ക് 2650 ദിർഹംസിനാണ്. വെറും 2650 ദിർഹംസിന് ഐഫോൺ 16 128GB തരാം. അതിൽ നിങ്ങൾക്ക് 256GB വേണമെങ്കിൽ 3100 തരാം. 3100 തരാം. അതിൽ നിങ്ങൾക്ക് 60+ ആണ് മേടിക്കണമെങ്കിൽ 128GB തരുന്നത് വെറും 3100 ദിർഹംസാണ്. ഒരേ റേറ്റ് ആണ് വരുന്നത്. 256GB 16 റേറ്റിൽ നിങ്ങൾക്ക് പ്ലസ് 128GB കിട്ടും. അതിൽ നിങ്ങൾക്ക് 256GB തന്നെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 3550 വേണ്ട, 3500 ഇത്തവണ 3500 ദിർഹംസിന് 16+ തരാം. 256GB. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകുന്നത് ഈ 16 Proയിലേക്കാണ്. 16 Pro Maxും പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പറഞ്ഞ് മാറിപ്പോയിക്കണമെങ്കിൽ കമന്റിൽ പറയണം. 3 റേറ്റ് പറയുന്നുണ്ട്. കാരണം ചില ആൾക്ക് ജപ്പാൻ വേണം, ചിലർക്ക് TR വേണം, ചിലർക്ക് ഹോങ്കോങ് വേണം. 3ന്റെ വിലയും പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്റെ അടുത്ത് പറഞ്ഞതിന് മിസ്റ്റേക്ക് വരിക്കണം. കാരണം ഉപ്പും പുളിയും മധുരം എരിവും ഒക്കെ കഴിക്കുന്നത് നാക്കാണ്. അതുകൊണ്ട് ചില തെറ്റിപ്പോവാണെങ്കിൽ ക്ഷമിക്കുക. കറക്റ്റിന്റെ 3 റേറ്റ് പറയാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഐഫോൺ 16 Pro 128GB തരികയാണെങ്കിൽ ജപ്പാന തരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കളറും നിങ്ങൾക്ക് ഡിസൈഡ് ഒഴികെ ബാക്കി എല്ലാ കളറും നിങ്ങൾക്ക് 3575 ദിർഹംസ്. വെറും 3575 ദിർഹംസിന് ബ്രാൻഡ് ന്യൂ ജപ്പാൻ എല്ലാ കളറും ഡിസൈഡ് ഒഴികെ. ഡിസൈഡിന് ജാസ്തി ഒന്നുമില്ല, 50 ദിർഹംസ് കൂടും മാത്രമേ ഉള്ളൂ.
അതും നിങ്ങൾക്ക് നല്ല റേറ്റിനാണ് തരുന്നത് 3575 പ്ലസ് ഒരു 50. ബാക്കി എല്ലാ കളറും നിങ്ങൾക്ക് 3575 കിട്ടും. ഓക്കെ, ജപ്പാൻ അതിന് നിങ്ങൾ TR മേടിക്കുന്ന 3699 എല്ലാ കളറും കിട്ടും. അതിന് നിങ്ങൾ ഹോങ്കോങ് ഡബിൾ സിം ഇടുന്ന ഹോങ്കോങ് മേടിക്കണമെങ്കിൽ 3800 എല്ലാ കളറും കിട്ടും. ഓക്കെ, 128 GB പറഞ്ഞു. അതിന് നമുക്ക് 256 GB പോവുകയാണെങ്കിൽ 3900 ദിറംസിന് 256 GB ഓൾ കളർ നിങ്ങൾക്ക് എല്ലാ കളറും 3900 ദിറംസിന് ജപ്പാന്റെ കിട്ടും. 256 GB. അതിനെ TR മേടിക്കണമെങ്കിൽ വെറും 100 ദിറംസ് എക്സ്ട്രാ കൊടുക്കണം. 4000 ദിറംസിന് ഓൾ കളർ എല്ലാ കളറും നിങ്ങൾക്ക് 4000 ദിറംസിന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹോങ്കോങ് മേടിക്കണമെങ്കിൽ 4200 ദിറംസിന് എല്ലാ കളറും കിട്ടും. ഓക്കെ, ഇനി 512 പോവുകയാണെങ്കിൽ 4599 ദിറംസിന് 512 GB ജപ്പാനിൽ കിട്ടും. അതിന് അതെല്ലാം നിങ്ങൾക്ക് TR ആണ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 4900 ദിറംസിന് എല്ലാ കളറും കിട്ടും. അതന്നെ നിങ്ങൾക്ക് ഹോങ്കോങ് ആണ് മേടിക്കണമെങ്കിൽ 5100 ദിറംസിന് 512 GB കിട്ടും. ഓക്കെ, 3 റേറ്റ് പറഞ്ഞു. 512 കഴിഞ്ഞു. അടുത്തത് 1 TB 16 Pro പോവാണെങ്കിൽ ജപ്പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് 5250 ദിറംസിന് 1 TB ജപ്പാൻ തരും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് TR മേടിക്കുന്നത് 5650 ദിറംസ് തരും. അതല്ല ഹോങ്കോങ് 2 സിമ്പിൾ ഡബിൾ സിമ്പിൾ മേടിക്കുന്നത് 5950 ദിറംസിന് തരാം. 1 TB 16 പ്രോന്റെയും കഴിഞ്ഞു. ഓക്കെ, അടുത്ത പോകുന്നത് 60 Pro മാക്സിലേക്കാണ്. 60 ആർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ ശ്രദ്ധിക്കുക. കാരണം 3 റേറ്റ് പറയുന്നതിനോട് കൺഫ്യൂഷൻ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. കാരണം വേണ്ട ആൾ നിങ്ങളാണ് പറയുമ്പോൾ ഞങ്ങൾക്കാണ് കൺഫ്യൂഷൻ. കാരണം ഒരുപാട് വിലയും കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്ന പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. അപ്പൊ ക്ഷമിക്കുക. അപ്പൊ 60 Pro മാക്സിലേക്ക് പോവുകയാണെങ്കിൽ 60 Pro മാക്സ് 256 GB ജപ്പാൻ 256 GB ജപ്പാനിക്ക് ബെസ്റ്റ് റേറ്റ് തരാം. നിങ്ങൾക്ക് ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ ഈ 3 കളർ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റ് 4225 ദിറംസിന് തരാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡിസേർട്ട് വേണമെങ്കിൽ വെറും 50 ദിറംസ് എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ ഡിസേർട്ടും കിട്ടും. ജപ്പാന്റെ സാധനമാണ്. 4225 പ്ലസ് 4275 2 റേറ്റ് ഉണ്ട്. ഇനി അതെല്ലാം TR മേടിക്കണമെങ്കിൽ എല്ലാ കളറും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് 4350 ദിറംസ്. 100 ദിറംസിന് വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് TR വാങ്ങി പോകാൻ 4350 ദിറംസിന്. അതെല്ലാം നിങ്ങൾക്ക് ഹോങ്കോങ് മേടിക്കണമെങ്കിൽ ഹോങ്കോങ് നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് ആക്കി തരാം. ഹോങ്കോങ് 60 Pro മാക്സ് നിങ്ങൾക്ക് 4600 ദിറംസിന് ഹോങ്കോങ് തരാം. 2 സിം എടുത്ത് അടിക്കാൻ പോകണമെന്ന് 4600 ദിറംസിന് തരാം. ഓക്കെ, ഇനി അതന്നെ നിങ്ങൾക്ക് 256 കഴിഞ്ഞു 512 512 ആണെങ്കിൽ 60 Pro മാക്സ് 4999 വേണ്ട 4900 ദിറംസിന് നിങ്ങൾക്ക് ബ്ലാക്ക്, നാച്ചുറൽ, വൈറ്റ് ഈ 3 കളറും 4900 ദിറംസിന് 512 GB ആണ് കേട്ടോ. 512 GB ആണ് നിങ്ങൾക്ക് ഒഫീഷ്യൽ റേറ്റ് 5100 ആണ്. അതിലും 200 ദിറംസ് കുറച്ചിട്ടാണ് തരുന്നത്. അതിൽ നിങ്ങൾക്ക് ഡിസേർട്ടിനെ കാണിക്കുന്നത് 4999 ഡിസേർട്ടും തരാം. എന്നാൽ നല്ല റേറ്റ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് TR മേടിക്കണമെങ്കിൽ TR മേടിക്കുന്നത് 512 GB തരുന്നത് 5050. ഒഫീഷ്യൽ റേറ്റ് എത്ര നിങ്ങൾ നോക്കണം. 256 ഒഫീഷ്യൽ റേറ്റ് 5100 ആണ്. അതിലും 50 ദിറംസ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് 512 GB. അപ്പൊ 5050 ദിറംസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ഹോങ്കോങ് മേടിക്കണമെങ്കിൽ 5400 തരാം. ഹോങ്കോങ് ഡബിൾ സിം ഇടുന്ന. ഓക്കെ, ഇനി 1 TB പോവാണെങ്കിൽ 1 TB നിങ്ങൾക്ക് എല്ലാ കളറും ഞാൻ 5700 ദിറംസിന് ജപ്പാൻ തരാം. എല്ലാ കളറും 5700 ദിറംസിന് ജപ്പാൻ തരാം. അതെല്ലാം നിങ്ങൾക്ക് TR മേടിക്കണമെങ്കിൽ 5900 തരാം. 5950 ആണ് 512 ഒഫീഷ്യൽ റേറ്റ് വരുന്നത്. അതിലും 50 ദിറംസ് കുറച്ചിട്ട് 1 TB നിങ്ങൾക്ക് എവർ സിറ്റി വന്നാൽ കിട്ടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോ. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് ഹോങ്കോങ് മേടിക്കണമെങ്കിൽ ഒരു 6250 ദിറംസിന് എല്ലാ കളറും അതും തരാം. 6250 ദിറംസിന് ഹോങ്കോങും തരാം. അപ്പൊ ഏകദേശം ഐഫോണിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബാക്കി ഐഫോൺ പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് പറഞ്ഞതാണ് വിചാരം. എന്ത് തെറ്റോ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ സാംസങ്ങിലേക്ക് പോകാം. സാംസങ്ങിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം 23 അൾട്രന്റെ തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിപ്പോയാണ്. കുറച്ച് ആളുകൾക്ക് കിട്ടിയില്ല. കാരണം സ്റ്റോക്ക് ഔട്ടായി പോയതാണ്. ഈ ഒരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോൺ ആക്റ്റീവ് സ്റ്റോക്കാണ്. 1 ഇയർ വാറന്റി ഇട്ടതാണ്. അതും TDRന്റെ സാധനമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം TDRന്റെ ഒഫീഷ്യൽ സ്റ്റോക്കാണിത്. അതുകൊണ്ട് തന്നെ 1 ഇയർ വാറന്റി ഇട്ടും ഇപ്പോഴും രാജാവായിട്ട് കളിക്കുന്ന സാധനമാണ്. 2024 നമ്മൾ വിറ്റത് കൂടുതലാണ്. 2025 ആകുമ്പോൾ നല്ല വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ഇയർ ഇതിന് വരൂല, സ്റ്റോപ്പാണ്. ഓൾറെഡി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ലാസ്റ്റ് എൻഡാണ്. ഇപ്പൊ 25 ഇറങ്ങാൻ പോകുന്നതിനെ കൊണ്ട് നല്ല ഓഫറാണ് ഇപ്പോഴും കൊടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഇനി വേണ്ടത് കുറച്ചും കൂടി സ്റ്റോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2350 ദിറംസിന് 256 GB ആർക്കും വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വോ റേറ്റ് കൊടുക്കും. ഇതന്നെ 512 മേടിക്കണമെങ്കിൽ 2950 ദിറംസിന് കൊടുക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നല്ല റേറ്റ് നിങ്ങൾക്ക് S24 മേടിക്കുന്നത് അതും നല്ല റേറ്റ്. S24 നിങ്ങൾക്ക് 128 GB ആണെങ്കിൽ നിങ്ങൾക്ക് 1975 തരാം. വെറും 1975 ദിറംസിന് 128 GB തരാം. അതെല്ലാം ഇനി നിങ്ങൾക്ക് 256 GB മേടിക്കണമെങ്കിൽ 2300
256 GB S24 തരാം. 256 GB. അതല്ല നിങ്ങൾക്ക് FE വേണ്ടിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി 2 മാസം ആയിട്ടേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് റേറ്റ് ആണ് 1730 വെറും 1730 നിങ്ങൾക്ക് നല്ല അടിപൊളി FE കിട്ടും. 1730 256 GB TDR സ്റ്റോക്ക്. ഓക്കെ, ഇനി തന്നെ പ്ലസ് വേണിക്കുന്നത് iPhone 24 പ്ലസ് വേണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതും അടിപൊളി റേറ്റ് ആണ്. 256 GB ആണെങ്കിൽ 2500 2500 256 GB S24 പ്ലസ് തരാം. 512 GB ആണെങ്കിൽ 2850 അതും തരാം. 2850 അതൊന്നല്ല, എനിക്ക് രാജാവിനെ പഠിക്കണമെങ്കിൽ അതും നല്ല റേറ്റ് തരാം. രാജാവ് കൊടുക്കുന്നത് S24 അൾട്ര രാജാവിന് കൊടുക്കുന്നത് 2799 256 GB. 512 വേണ്ടാക്കി കൊടുക്കുന്നത് 3599. നല്ല റേറ്റ് ആണ്. അത് നിങ്ങൾക്ക് 25 ഇറങ്ങുന്നതിനെ കൊണ്ട് പ്രൊഡക്ഷൻ ഒക്കെ കുറച്ച് കുറക്കാൻ തുടങ്ങിയിട്ട് അവര് 25 ആണ് വരിക. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 25 വീഡിയോ കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പം വില കുറയോ കൂടുമോ ഒന്ന് നമുക്ക് നോക്കാം. ചാൻസ് കുറവാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു. 24 ഇറങ്ങിയാൽ 23 കുറയുമെന്ന് വെച്ചിട്ട് നേരെ ഉൾട്ടയാണ് സംഭവിച്ചത്. 24 ഇറങ്ങിയപ്പോൾ സ്റ്റോക്ക് 23 വരവ് കുറഞ്ഞു. അതോടൊപ്പം 23 വില കൂടി. അതുപോലെ തന്നെ ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല. 25 ഇറങ്ങുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ വില കൂടാൻ തന്നെയാണ് ചാൻസ്. കാരണം എപ്പോഴും പുതിയ ഇറക്കാനാണ് കമ്പനി ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് കുറയോ കൂടുമെന്നല്ല, എന്നാലും ഓൾമോസ്റ്റ് എത്രയാണോ ഉള്ള മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കുറച്ചിട്ട് വില കുറച്ചിട്ട് തരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് പറഞ്ഞു നൽകാൻ പിന്നെ മൊബൈലിന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് TR ആണ്. എടുത്തു പറയേണ്ട കാര്യം ഇതൊക്കെ TR ആണ്. ഇതിനൊക്കെ സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സിംഗിൾ പെട്ടെന്ന് കണ്ടു പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാം അസ്കർ മാലിക് എന്ന ചാനൽ പോയി സെയിം നെയിം തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വീഡിയോസും അതുപോലെ ഡെയിലി വരുന്ന ഓഫേഴ്സും കാണാൻ സാധിക്കും. യൂട്യൂബിലാണ് ലോങ് വീഡിയോ ആണ്, കുറച്ച് ടൈം പിടിക്കുന്നതിനെ കൊണ്ടാണ് വീഡിയോ മടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പരമാവധി ആഴ്ചക്ക് ഒരു വീഡിയോ എന്നോ അല്ലെങ്കിൽ 2 വീഡിയോ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പല വ്ളോഗേഴ്സും കാര്യമൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ നിങ്ങൾ പല ചാനലും കണ്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ നേരെ പോയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പോയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞങ്ങൾ ലേറ്റസ്റ്റ് ഓഫറും കാര്യം അറിയാൻ സാധിക്കും. അതോടൊപ്പം കമന്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നല്ല നല്ല ഓഫറാണ് തന്നതെന്ന് പ്രതീക്ഷിക്കുന്ന കമന്റും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമന്റ് ബോക്സിൽ പോയിട്ടിടാം. അതിലൂടെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും